ഹായ്, ഗുഡ് മോർണിംഗ്. ത്വമേവ മാതാ ച പിതാ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ സർവം മമ ദേവദേവ. ശ്രീമദ് ഭഗവത്ഗീത 11-ാം അധ്യായം വിശ്വരൂപ ദർശന യോഗം 6-ാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. പശ്യാദിത്യാൻ വസൂൻ രുദ്രാൻ അശ്വിനോ മരുതസ്തഥാ ബഹൂനി അദൃഷ്ടപൂർവാണി പശ്യാശ്ചര്യാണി ഭാരത. മലയാളം. ആദിത്യൻ വസുരുദ്രന്മാർ അശ്വിനർ മരുതാം ഗണം കാണപ്പെടാത്ത പലതും കാണുകിന്നെൻ മഹാരഥ. ആദിത്യാൻ വസൂൻ രുദ്രാൻ അശ്വിനൗ മരുതഃ പശ്യ. ആദിത്യന്മാരെയും വസുക്കളെയും അഷ്ടവസുക്കൾ, രുദ്രന്മാരെയും അശ്വിനി ദേവന്മാരെയും മരുത്തുക്കളെയും കണ്ടാലും തഥാ അദൃഷ്ടപൂർവാണി നീ മുൻപ് കണ്ടിട്ടില്ലാത്ത ബഹൂനി ആശ്ചര്യാണി പല ആശ്ചര്യങ്ങളെയും ഭാരത പശ്യ ഹേ അർജുന നീ കണ്ടുകൊള്ളുക. ഭഗവാൻ തൻ്റെ വിശ്വരൂപം കാണിക്കുന്ന അർജുനൻ്റെ ഒരു അപേക്ഷ പ്രകാരം ഞാൻ നിനക്ക് വിശ്വരൂപ ദർശനം ലഭ്യമാക്കാമെന്ന് പറഞ്ഞു. അർജുനൻ്റെ മനസ്സ് അതിന് ശക്തമുള്ളതാണ്, അല്ലെങ്കിൽ അതിന് പ്രാപ്യമാണ് എന്ന് ഭഗവാന് മനസ്സിലായി. പക്ഷേ എന്നാലും പെട്ടെന്ന് നമ്മളിങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ പെട്ടെന്ന് അങ്ങോട്ട് വിശ്വരൂപം കണ്ടാൽ ഞെട്ടിപ്പോകണ്ടെന്ന് വിചാരിച്ച് ഒന്നും കൂടെ പറയുകയാണ്. ഞാൻ എൻ്റെ ഈ വിശ്വരൂപത്തിൽ നിനക്ക് ദർശിക്കാവുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു തരാം. ആദിത്യാൻ, ഒരു സൂര്യൻ്റെ തേജസ് പോലും നമുക്ക് സഹിക്കാൻ പറ്റില്ല ചില സമയത്ത്, ഉച്ച സമയത്തൊക്കെ പ്രത്യേകിച്ചും. അങ്ങനെയുള്ള ധാരാളം ആദിത്യന്മാരെയാണ് കാണിക്കുന്നത്. അപ്പോൾ തേജസ് നമുക്ക് ഏകദേശം ഊഹിക്കാം. അഷ്ടവസുക്കൾ, രുദ്രന്മാർ, അശ്വിനി ദേവന്മാർ, മരുത്തുക്കൾ, ഇതെല്ലാം നീ കാണൂ. ഇത് കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞതാണ്. ഇതെല്ലാം നിനക്ക് കാണാം. ഒപ്പം തന്നെ നീ മുൻപ് കണ്ടിട്ടില്ലാത്ത പല ആശ്ചര്യങ്ങളെയും അർജുന നിനക്ക് കാണാൻ പറ്റും. കഴിഞ്ഞ അധ്യായത്തിൽ തന്നെ ഞാനാണ് ആദിത്യൻ, രുദ്രൻ ഞാനാണ്, ഇത് മരുത്തുക്കൾ ഞാനാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം കൂടെ ഇവിടെ ഒരു രൂപത്തിൽ കാണുകയാണ്. നേരത്തെ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞ പോലെ സ്വർണ്ണ ആഭരണങ്ങളിലെല്ലാം സ്വർണ്ണമുണ്ടെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. പക്ഷേ ഒരു സ്വർണ്ണക്കട്ടി നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ച് അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഡിസൈനിലുള്ള ഒരു കമ്മലോ അല്ലെങ്കിൽ ഒരു മോതിരോ ഒരു വളയോ അല്ലെങ്കിൽ ഒരു മാലയോ ദർശിക്കണം എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. എങ്കിലും ഇതെല്ലാ രൂപങ്ങളും, ഇപ്പോൾ പറഞ്ഞ എല്ലാ സാധനങ്ങളും ഒരുമിച്ച്, എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് നീ എന്നിൽ കാണാൻ പോകുന്നു. അപ്പോൾ വിശ്വരൂപം എന്ന് പറയുമ്പോൾ വിശ്വം മുഴുവൻ നിറഞ്ഞ ഒരു രൂപമാണ് എടുക്കാൻ പോകുന്നത്. ആ രൂപത്തിലാണ് നീ ഇതെല്ലാം കൂടെ ഒരുമിച്ച് കാണുന്നത്. അങ്ങനെ കണ്ടിട്ട് എന്താണ് മുൻകൂട്ടി കാണുന്നത് എന്ന് സൂചിപ്പിച്ച് ശ്രീകൃഷ്ണൻ അർജുനൻ്റെ ആകാംക്ഷ അങ്ങനെ വളർത്തിയെടുക്കുകയാണ്. നമ്മൾ ചില ബുക്കൊക്കെ വായിക്കുമ്പോൾ ഇനി എന്ത് സംഭവിക്കും എന്നുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവില്ലേ? സത്യത്തിൽ ഈ ഭഗവത്ഗീത കേൾക്കുമ്പോൾ എനിക്ക് പോലും ഉണ്ട് കേട്ടോ. ഇനി അടുത്തത് എന്തായിരിക്കും ഭഗവാൻ അർജുനനോട് പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ കാണിക്കാൻ പോകുന്നത് എന്താണ് എന്നുള്ള ഒരു ആകാംക്ഷ എനിക്കുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും എന്ന് തോന്നുന്നു. അപ്പോൾ വിശ്വരൂപമാണ് ഇനി കാണാൻ പോകുന്നത് നമ്മൾ. അതിൽ നീ ഇതെല്ലാം കൂടെ ഒരുമിച്ചാണ് അർജുന കാണാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ കാണാൻ ഇനിയിപ്പോൾ ഞാൻ എവിടേക്ക് നോക്കണം എന്നുള്ളതാണ് അർജുനൻ്റെ ഒരു ചെറിയൊരു സംശയം. അപ്പോൾ നേരത്തെ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞതിൽ ആദിത്യന്മാർ, വസുക്കൾ, രുദ്രന്മാർ, മരുത്തുക്കളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അശ്വിനി ദേവന്മാരാണ് ഇവിടെ പുതിയതായിട്ട് പറഞ്ഞത്. ഇത് സത്യത്തിൽ എന്തിനാണ് പ്രതിനിധാനം ചെയ്യുന്നതെന്ന് അങ്ങനെ വ്യക്തമാക്കപ്പെട്ടിട്ടില്ല. ചിലർ പറയുന്നത് ഉദയാസ്തമനങ്ങളുടെ അധിഷ്ഠാന ദേവതയാണെന്ന് പറയുന്നു. മറ്റ് ചില സ്ഥലത്ത് ദേവവൈദ്യന്മാരാണെന്നും പറയുന്നുണ്ട്. ഏതായാലും ആപൽഘട്ടങ്ങളിൽ ഭക്തന്മാരെ തുണയ്ക്കുന്ന 2 ദേവന്മാരാണ് ഇവർ എന്നാണ് വിശ്വസിക്കുന്നത്. ഇനി 7-ാമത്തെ ശ്ലോകം. ഇഹൈകസ്ഥം ജഗൽകൃഷ്ണം പശ്യാദ്യ സചരാചരം മമ ദേഹേ ഗുഡാകേശ യച്ഛാന്യത് ദ്രഷ്ടുമിച്ഛസി യദ് ഛ അന്യത്
യച്ഛാന്യത്. മലയാളം. ചരാചരമയം ലോകം സ്വരൂപിച്ചിങ്ങു കാണുക, കാൺമാനിച്ഛിപ്പതെല്ലാം നീ കാണുകെന്നിൽ പരന്തപ. ഗുഡാകേശ. ഹേ അർജുന, സചരാചരം കൃഷ്ണം ജഗത്, ചരാചരാത്മകമായ മുഴുവൻ ജഗത്തും ദ്രഷ്ടും ഇച്ഛസി തദ്, നിനക്ക് കാണാൻ കൊതിയുണ്ടെങ്കിൽ അതും ച മമ ദേഹേ ഇഹ അദ്യ ഏകസ്ഥം പശ്യ, എൻ്റെ ദേഹത്തിൽ ഇവിടെ ഇപ്പോൾ ഒന്നിച്ച് എല്ലാം കൂടെ ഒരുമിച്ച് ഒന്നിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതായി കണ്ടുകൊള്ളൂ. ഇതാണ് ഭഗവാൻ പറഞ്ഞത്. അല്ലയോ അർജുന, ജഗത്ത് മുഴുവനും എല്ലാ ചരാചരങ്ങളും ഒരുമിച്ച് എന്നിൽ നീ കണ്ടുകൊള്ളൂ. ഇനി അത് മാത്രമല്ല, നിനക്ക് കാണാൻ വേറെ എന്തെങ്കിലും കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നീ കാണാൻ കൊതിക്കുന്നത് എന്തും അതെല്ലാം എൻ്റെ ദേഹത്തിൽ ഇവിടെ ഇപ്പോൾ ഒന്നിച്ച് കണ്ടുകൊള്ളൂ. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ആ സ്വർണ്ണക്കട്ടിയിലെ എല്ലാ ആഭരണങ്ങളും കാണുകയാണ്. അതേപോലെ നീ കാണാൻ ആഗ്രഹിക്കുന്നതെല്ലാം ഇവിടെ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്താണ്, എൻ്റെ വിശ്വരൂപത്തിലാണ് നീ കാണാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ജിജ്ഞാസ ആളിക്കത്തിച്ചിട്ടുണ്ട് ഭഗവാൻ അല്ലേ. അർജുനൻ്റെ മുഴുവൻ ശ്രദ്ധയും ഇനി എവിടേക്കും പോവില്ല. എന്താ വെച്ചാൽ ആകാംക്ഷയോടെ ഇങ്ങനെ ജിജ്ഞാസയോടെയും കാത്തു നിൽക്കുകയാണ് ദിവ്യരൂപം കാണാൻ. ഇതെല്ലാം എനിക്ക് കാണാൻ പറ്റുമല്ലോ ഭഗവാനെ ഇപ്പോൾ എന്നും പറഞ്ഞ് റെഡിയായിട്ട് നിർത്താനും കൂടെ വേണ്ടിയിട്ട് അല്ലേ, കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്ട്രാക്റ്റഡായി അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ അവർ ടീച്ചർമാർ എന്താണോ പറയുന്നത് എന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ ഇനി ഞാനിത് വിശ്വരൂപം കാണിക്കാൻ പോകുന്നു, നീ റെഡിയായിക്കോ അർജുന. അപ്പോൾ ചരാചരങ്ങൾ ഉൾപ്പെട്ട ജഗത്ത് മുഴുവനും എന്നാണ് പറഞ്ഞത്. സചരാചരം കൃഷ്ണം ജഗത്ത് എന്നാണ്. ഇവിടെ എൻ്റെ ശരീരത്തിൽ മമദേഹി ഒന്നിച്ചിരിക്കുന്നതായി ഏകസ്ഥം ഇപ്പോൾ അദ്യ കണ്ടാലും പശ്യ. സ്ഥാവര ജംഗമ വസ്തുക്കളായിട്ടുള്ള സകല ജീവരാശികൾ അടങ്ങിയിട്ടുള്ള പ്രപഞ്ചം മുഴുവനും ഒരുമിച്ച് ശ്രീകൃഷ്ണൻ്റെ ശരീരത്തിൽ കാണാൻ പോവുകയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് എന്നുള്ള ആകാംക്ഷയോടുകൂടി ഇരിക്കുന്ന അർജുനന് ഇനി അതുകൂടെ കാണുമ്പോൾ സർവ്വജഗത്തും ഒരു ദേഹത്തിൽ കാണാൻ പോകുമ്പം അത് അത്ഭുതങ്ങളുടെ അത്ഭുതമായിരിക്കും. അപ്പം ചരാചരങ്ങളോട് കൂടിയ ജഗത്ത് മുഴുവനും എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി അതിൽ ഓരോന്നോരോന്നായിട്ട് എണ്ണി പറയേണ്ട യാതൊരു ആവശ്യമില്ല. അതിൽ ഉൾപ്പെടാത്ത ഒന്നുമില്ല. എല്ലാ ചരാചരങ്ങളും എന്നാണ് പറഞ്ഞത്. മറ്റ് വല്ലതും കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ എല്ലാം പെട്ട് കഴിഞ്ഞു. ഇനി നിനക്ക് മറ്റ് വല്ലത് യച്ഛന്യ ദ്രഷ്ടുമിച്ഛസി എന്നാണ്. യച്ഛ അല്ലെങ്കിൽ അതും കണ്ടോളൂ. അപ്പോൾ ഒരു ലൗകികനാണല്ലോ അർജുനനിപ്പോൾ. അപ്പോൾ അർജുനൻ്റെ പ്രശ്നം എന്താണ്? യുദ്ധമാണ്. അതിൻ്റെ അനന്തരഫലം കൂടെ വേണമെങ്കിൽ എന്നിൽ കാണാമെന്നുള്ളതാണ് പറയുന്നത്. ഇനി എന്തെങ്കിലും നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഞാൻ കാണിച്ചു തരാം. ഈ ജഗത്തിൻ്റെ അധിഷ്ഠാനം മുഴുവനും നാമരൂപാത്മകമായിട്ടുള്ള ഈ ജഗത്ത് മുഴുവനും പരമാത്മാവ് തന്നെയാണ് എന്ന് കാണിക്കാൻ വേണ്ടി ആണ് ഭഗവാൻ ശ്രമിക്കുന്നത്. ഇപ്പം നാനാത്വത്തിൽ ഏകത്വം, ഏകത്വത്തിൽ നാനാത്വം രണ്ടുമുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ സ്വർണത്തിൻ്റെ ഉദാഹരണം പോലെ തന്നെ അതിന് 8ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുകയാണ്. 8ാമത്തെ ശ്ലോകം. ന തു മാം ശക്യസേ ദ്രഷ്ടുമനേനൈവ സ്വചക്ഷുഷാ ദിവ്യം ദദാമി തേ ചക്ഷു പശ്യമേ യോഗമൈശ്വരം. മലയാളം. ഇക്കണ്ണുകൊണ്ടു കണ്ടിടാനൊക്കില്ലൊട്ടും നിനക്കഹോ ദിവ്യനേത്രം തരുന്നേൻ ഞാൻ ദിവ്യരൂപം നുകർന്നിടാൻ. ന തു മാം ശക്യസേ തു അനേന സ്വചക്ഷുഷാ ഏവ. എന്നാൽ നിൻ്റെ ഈ ബാഹ്യമായിട്ടുള്ള ചക്ഷുസ് കൊണ്ട് മാത്രം മാം ദ്രഷ്ടും ന ശക്യസേ, നിനക്കെന്നെ കാണുവാനാവില്ല. തേ ദിവ്യം ചക്ഷുഹു ദദാമി, ഞാൻ നിനക്ക് ദിവ്യ ചക്ഷുസ് തരാം. മേ ഐശ്വരം യോഗം പശ്യ, എൻ്റെ ഐശ്വരമായ യോഗം കണ്ടാലും.
നേരത്തെ പറഞ്ഞ പോലെ നിൻ്റെ സാധാരണ ഈ ചക്ഷുസ് കൊണ്ട് കണ്ണുകൊണ്ട് നിനക്ക് എൻ്റെ വിശ്വരൂപം ദർശിക്കാനാവില്ല. നമ്മൾ ചില സിനിമയൊക്കെ കാണാൻ പോകുമ്പോൾ അങ്ങനെയല്ലേ, 3D എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അവരൊരു കണ്ണട കൊടുക്കില്ലേ, അതേപോലെ ഭഗവാൻ പറയാണ്, ഞാൻ നിനക്ക് ദിവ്യചക്ഷുസ് തരാം, അതുകൊണ്ട് മാത്രമേ എന്നെ കാണാൻ പറ്റുള്ളൂ. സ്വർണ്ണക്കട്ടിയിൽ സ്വർണ്ണാഭരണങ്ങളുണ്ട് എന്ന് നമ്മൾ സങ്കല്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കാണാൻ പറ്റുന്ന ഒരു വസ്തു നമുക്ക് കിട്ടുകയാണെങ്കിൽ എളുപ്പമുണ്ടല്ലേ. അതിൽ കൂടെ നോക്കിയാൽ എല്ലാം വേർതിരിച്ച് കാണാൻ പറ്റുവെച്ചാൽ അത് കുറച്ചും കൂടെ നല്ലതല്ലേ. അതേപോലെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്നിൽ കാണാൻ പോവുകയാണ് നീ. അപ്പം നിൻ്റെ ഈ കണ്ണുകൊണ്ട് അതിന് പ്രാപ്തമല്ല, അതുകൊണ്ട് ഞാൻ നിനക്ക് ദിവ്യചക്ഷുസ് തരാം. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഏകത്വത്തിൽ നാനാത്വം, നാനാത്വത്തിൽ ഏകത്വം. നമ്മളിപ്പോൾ ഒരു കവിത വായിക്കണമെങ്കിൽ കവിതയെ വായിക്കാൻ നമ്മൾക്ക് അക്ഷരമാല കൂട്ടി വായിക്കാൻ അറിഞ്ഞാൽ കഷ്ടപ്പെട്ട് നമുക്ക് കവിത വായിക്കാൻ പറ്റും. എന്നാൽ ആ കവിത ആസ്വദിക്കണമെങ്കിൽ കുറച്ചും കൂടെ അതിൻ്റെ ആശയങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവ് വേണം. മറ്റുള്ള കവിതകളുമായിട്ട് താരതമ്യം ചെയ്ത് അതിലും കൂടെ നമ്മൾക്കൊരു അറിവ് അല്ലെങ്കിൽ പ്രാവീണ്യം ഉണ്ടെങ്കിൽ മാത്രമേ ആസ്വദിച്ച് ഇത് നന്നായിട്ടുണ്ടല്ലോ, വളരെ നന്നായിട്ടുണ്ട്, അല്ലെങ്കിൽ അത്ര പോരാ എന്നൊക്കെയുള്ള അഭിപ്രായം പറയാനായിട്ട് സാധിക്കൂ. അപ്പോൾ ഇവിടെ നിൻ്റെ ഈ കണ്ണുകൊണ്ട് നിനക്കത് ദർശിക്കാൻ പറ്റാത്തത് കൊണ്ട്, അതായത് നമുക്കൊരു വിവേക ബുദ്ധി വേണം ഈ കാര്യങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സൂക്ഷ്മമായിട്ടുള്ള നമ്മുടെ ഉള്ളിലുള്ള ബുദ്ധിക്ക് ഒരു ഉൾക്കാഴ്ച ലഭിക്കുമ്പോഴാണ് ഇന്ദ്രിയങ്ങളിലെ ഈ ദിവ്യദർശനം അനുഭവപ്പെടുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്, മാംസചക്ഷുസ് കൊണ്ട് നിനക്ക് എന്നെ കാണാനാവില്ല, ഞാൻ നിനക്ക് ദിവ്യചക്ഷുസ് തന്നെ തരാം. അപ്പം എന്താണ് ഈ ദിവ്യചക്ഷുസ് എന്ന് ചോദിച്ചാൽ, സൂക്ഷ്മതത്വങ്ങൾ നമ്മൾക്ക് ഗ്രഹിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ബോധചക്ഷുസ് അല്ലെങ്കിൽ ജ്ഞാനക്കണ്ണ് എന്നാണ് പറയുന്നത് ദിവ്യചക്ഷുസിന്. ബാഹ്യ ലോകത്തുള്ള വിഷയങ്ങളെ അറിയാൻ മാത്രമേ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് കഴിവുള്ളൂ. അവയെ അപേക്ഷിച്ച് ഈ സൂക്ഷ്മങ്ങളായിട്ടുള്ള ആശയങ്ങളെ ഗ്രഹിക്കാനുള്ള കഴിവില്ല. ഇപ്പോൾ നമ്മൾ ബ്രെഡൊക്കെ പൂപ്പൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പൂപ്പലുണ്ട്, അല്ലെങ്കിൽ ബാക്ടീരിയ ഉണ്ട്, വൈറസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഏത് സാധനത്തിലായാലും അത് നമുക്ക് കാണാനൊന്നും കഴിയാത്തതാണല്ലോ, അത്രയും സൂക്ഷ്മമാണ്. ഇപ്പം അല്ലെങ്കിൽ ഒരു ഉദാഹരണം, എന്ത് സാധനം എടുത്താലും എല്ലാ സാധനങ്ങളും ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ്, മോളിക്യൂൾസ്, ആറ്റങ്ങൾ കൂടിച്ചേർന്ന് മോളിക്യൂളുകൾ ഉണ്ടാവുന്നു എന്നൊക്കെ പഠിപ്പിക്കുമ്പോൾ ഇതിൽ മുഴുവൻ ആറ്റമുണ്ട്, ഇതെല്ലാം ആറ്റമാണ് എന്ന് പറയുമ്പോൾ കുട്ടി വിചാരിക്കും ടീച്ചർ ഒരു ബുക്ക് കാണിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു മരക്കട്ട കാണിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഇരുമ്പിൻ്റെ കഷ്ണം കാണിച്ചോ ദിസ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ആറ്റം എന്ന് പറയണോ. എവിടെ ടീച്ചറെ ആറ്റം നമുക്ക് കാണാൻ കഴിയില്ലല്ലോ. അതുപോലെയാണ്. അപ്പോൾ ഇന്ദ്രിയങ്ങൾക്ക് ഈ ബാഹ്യലോകത്തുള്ളത് മാത്രമേ കാണാനായിട്ട് കഴിയുള്ളൂ. അത് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഉൾക്കാഴ്ച ലഭിക്കുകയാണെങ്കിൽ, ബുദ്ധിക്ക് ഒരു ഉൾക്കാഴ്ച ലഭിക്കുകയാണെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ വിശ്വരൂപം നിനക്ക് കാണാനായിട്ട് സാധിക്കൂ. അത് ഞാനിപ്പോൾ തരാം. അതാണ് നേരത്തെ പറഞ്ഞ ദിവ്യചക്ഷുസ്. പശ്യമേ യോഗമൈശ്വരം എന്നാണ്. ഇതിൻ്റെ ഭഗവാന്റെ യോഗഭാവത്തിനെ പറ്റി നമ്മൾ 9ാമത്തെ അധ്യായത്തിൽ പഠിച്ചിട്ടുണ്ട്, 4-5 ആയിട്ടുള്ള ശ്ലോകത്തിൽ പഠിച്ചിട്ടുണ്ട്. ഇനി സഞ്ജയനാണ് അടുത്ത ഭാഗം പറയുന്നത്. ഇതുവരെയുള്ള ഈ ഉപദേശം പോകുന്ന എന്ന് സഞ്ജയൻ ധൃതരാഷ്ട്രാവിനെ അറിയിക്കുകയാണ് 9ാമത്തെ ശ്ലോകത്തിൽ ചേരുന്നത്. അത് നമുക്ക് അടുത്ത ദിവസം വായിക്കാം. ഓക്കെ. അസ്മിൻ പരാത്മന്നുപാത്മകൽപേ ത്വമിദ്ധമുത്ഥാപിത പത്മയോനി അനന്തഭൂമാമരോഗരാശിം നിരുന്ധിവാതാലയ വാസവിഷ്ണു. നാരായണീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്ലോകം ചൊല്ലിയാണ് എന്നും അവസാനിപ്പിക്കുന്നത്. അതെങ്കിലും ഇപ്പോൾ വായനക്കാർക്ക് മുഴുവനും പഠിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അതുകൊണ്ടാണ് ഞാൻ മാറ്റി മാറ്റി ശ്ലോകങ്ങൾ ചൊല്ലാത്തത്. എല്ലാ ദിവസവും ഈ മന്ത്രം 101 തവണ ജപിക്കുകയാണെങ്കിൽ നമ്മൾക്ക് യാതൊരു അസുഖവും വരില്ല എന്നാണ് പറയുന്നത്. മാത്രമല്ല ഈ കാര്യത്തിൽ കുറച്ച് അനുഭവം കൂടെ എനിക്കെല്ലാം അറിയുന്നു. ഈ മന്ത്രം അസ്മിൻ പരാത്മൻ അതൊന്ന് എല്ലാവരും പറ്റുന്നത്ര പ്രാവശ്യം, 101 പ്രാവശ്യം പറ്റിയില്ലെങ്കിലും ആദ്യം ഒരു 3 പ്രാവശ്യമെങ്കിലും ഒരു ദിവസം ചൊല്ലുക.
പിന്നെ 12 ആക്കുക. അങ്ങനെ പറ്റുമെങ്കിൽ നമ്മളെപ്പോൾ നടക്കുമ്പോൾ ഇത് കാണാതെ പടിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും ഹരേ രാമ ചൊല്ലുന്ന അതേപോലെ തന്നെ നമുക്കിത് ചൊല്ലാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ തുടക്കത്തിലോ അവസാനത്തിലോ നമുക്ക് ഇത് ചൊല്ലിയിട്ട് പ്രാർത്ഥിക്കാനായിട്ട് കഴിയും. ഇതൊരു അനുഭവം കൊണ്ടുകൂടെ പറയുകയാണ് ഈ ശ്ലോകം. അതുകൊണ്ടാണ് എല്ലാ ദിവസവും ഒന്ന് തന്നെ ചൊല്ലുന്നത്. മാത്രമല്ല നമ്മൾ ആദ്യം ചൊല്ലുന്ന ത്വമേവ മാതാച്ച പിതാ ത്വമേവ, അതും വളരെ ഫേമസ് ആയിട്ടുള്ള ശ്ലോകമാണ്. അതിൻ്റെ മലയാളമാണ് ചിലപ്പോൾ ചൊല്ലുന്നത് അങ്ങൻ്റെ മാതാവ് പിതാവും അങ്ങ്, അച്ഛൻ എഴുതി വെച്ചതാണ് ട്രാൻസ്ലേഷൻ. അപ്പോൾ അത് രണ്ടും ഒന്ന് തന്നെയാണ്. ചില ദിവസം അത് സംസ്കൃതത്തിൽ ചൊല്ലുന്നു, ചില ദിവസം മലയാളത്തിൽ ചൊല്ലുന്നു എന്ന് മാത്രം. ഓക്കെ, ബൈ.